അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപിൻ്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ നിയമം അമേരിക്കയിലെ സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുമെന്നും ആർക്കൊക്കെയാണ് ഇതിൽ നിന്ന് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ട്രംപിൻ്റെ പുതിയ നികുതി നിയമം വലിയ കോർപ്പറേഷനുകൾക്കും അതിസമ്പന്നർക്കും വൻ നികുതി ഇളവുകൾ നൽകുമ്പോൾ സാധാരണക്കാരും പാവപ്പെട്ടവരും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ആരാണ് ഈ നിയമം മൂലം ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത്? ഈ നിയമം മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരായ അമേരിക്കക്കാരാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ മെഡിക്കെയ്ഡിൽ $863 ബില്യൺ വെട്ടിക്കുറയ്ക്കാൻ ഈ നിയമം നിർദ്ദേശിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഇത് ഏകദേശം 78 ലക്ഷം മുതൽ 1.7 കോടി വരെ ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതാക്കാൻ ഇടയാക്കും. കോൺഗ്രഷണൽ ബഡ്ജറ്റ് ഓഫീസ് പറയുന്നത് 2034 ആകുമ്പോഴേക്കും 1.18 കോടി ആളുകൾക്ക് ഇൻഷുറൻസ് ഇല്ലാതെ വരും എന്നാണ്. മെഡിക്കെയ്ഡിൽ പുതിയ നിയമങ്ങളും വരുന്നുണ്ട്. കുട്ടികളില്ലാത്ത 19നും 64നും ഇടയിൽ പ്രായമുള്ളവർക്ക് മെഡിക്കെയ്ഡ് ലഭിക്കണമെങ്കിൽ മാസം 80 മണിക്കൂർ ജോലി ചെയ്യണം. ഇത് സാധാരണ ജോലിക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും. ഈ നിയമം പണക്കാരുടെ പോക്കറ്റുകൾക്ക് ഭാരം കൂട്ടുകയും പാവപ്പെട്ടവരുടെ വരുമാനം കുറയ്ക്കുകയും ചെയ്യും. ഏറ്റവും താഴെയുള്ള 20% ആളുകളുടെ വരുമാനം ഏകദേശം $700 വരെ കുറയും. എന്നാൽ ഏറ്റവും മുകളിലുള്ള 1% ആളുകൾക്ക് ശരാശരി $30,000 വരെ നികുതി ഇളവ് ലഭിക്കും. കുറഞ്ഞ വരുമാനമുള്ളവർക്ക്, അതായത് ഏകദേശം $35,000 അതിൽ കുറവ് വരുമാനമുള്ളവർക്ക് ലഭിക്കുന്ന നികുതി ഇളവ് അവരുടെ വരുമാനത്തിൻ്റെ 1% പോലും ഉണ്ടാകില്ല. വെറും $150 മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് സപ്ലിമെൻ്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻ്റ് പ്രോഗ്രാം. എന്നാൽ ഈ നിയമം അടുത്ത 10 വർഷത്തിനുള്ളിൽ സ്നാപ്പ് പദ്ധതിയിൽ നിന്നും $200 ബില്യൺ കൂടുതൽ വെട്ടിക്കുറക്കും. അർബൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് ഏകദേശം 53 ലക്ഷം കുടുംബങ്ങൾക്ക് സ്നാപ്പ് ആനുകൂല്യങ്ങളിൽ പ്രതിമാസ $25 വരെ കുറവുണ്ടാകുമെന്നാണ്. ചിലർക്കിത് $146 വരെയാകാം. 55നും 64നും ഇടയിൽ പ്രായമുള്ളവരെയും ഭവനരഹിതരെയും ജോലിക്ക് നിർബന്ധിതരാക്കുന്ന വ്യവസ്ഥകളും ഇതിലുണ്ട്. സാധാരണ കുടുംബങ്ങൾക്ക് ഈ നിയമം 2 തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, സുരക്ഷാ പദ്ധതികളിൽ നിന്നുള്ള വെട്ടിക്കുറയ്ക്കൽ. 2, ഇറക്കുമതി തീരുവകൾ. ട്രംപിൻ്റെ ഇറക്കുമതി തീരുവകൾ സാധാരണക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നികുതി പോലെയാണ്. യാലേ ബഡ്ജറ്റ് ലാബ് പറയുന്നത് ഓരോ അമേരിക്കൻ കുടുംബത്തിനും ഏകദേശം $1,600 മുതൽ $2,200 വരെ അധിക ചെലവ് വരും എന്നാണ്. ഈ തീരുവകൾ പാവപ്പെട്ടവരെ കൂടുതൽ ബാധിക്കും. ഏറ്റവും താഴെയുള്ള വരുമാനക്കാർക്ക് അവരുടെ വരുമാനത്തിൽ 2.5% വരെ കുറവുണ്ടാകുമ്പോൾ ഉയർന്ന വരുമാനക്കാർക്ക് 1% മാത്രമേ കുറവുണ്ടാകൂ. ഇത് പാവപ്പെട്ടവരുടെ വരുമാനം 4% വരെ കുറയാൻ സാധ്യതയുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് പണക്കാരേക്കാൾ 3 ഇരട്ടി കൂടുതലാണ്. ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേകിച്ച് വെള്ളക്കാരല്ലാത്തവർക്കും ഈ നിയമം ദോഷകരമാണ്. കണക്കുകൾ കാണിക്കുന്നത് നികുതി ആനുകൂല്യങ്ങളിൽ 80% വെള്ളക്കാർക്ക് ലഭിക്കുന്നതെന്നാണ്. അവർ ജനസംഖ്യയുടെ 67% മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾക്കും ഈ നിയമം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഏകദേശം പകുതിയിലധികം രക്ഷിതാക്കളും കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരും. കാരണം അവർക്ക് ലഭിച്ചിരുന്ന ചില ആനുകൂല്യങ്ങൾ ഈ നിയമം എടുത്തു കളയുന്നുണ്ട്. ഗ്രാമീണ മേഖലകളിൽ ഈ നിയമം മൂലം ആശുപത്രികൾ അടച്ചുപൂട്ടേണ്ടി വരും. ന്യൂയോർക്കിലെ ഗ്രാമങ്ങളിൽ ഏകദേശം 34% ആളുകളും മെഡിക്കെയ്ഡിനെയാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് മെഡിക്കെയ്ഡിൽ നിന്നുള്ള $863 ബില്യൺ വെട്ടിക്കുറക്കാൻ അവരെ കൂടുതൽ ദോഷകരമായി ബാധിക്കും. കൂടാതെ ഭിന്നശേഷിയുള്ള ആളുകൾക്കും ഈ നിയമം വലിയ ആഘാതമുണ്ടാക്കും. ഏകദേശം 4.8 കോടി ഭിന്നശേഷിയുള്ള ആളുകൾ മെഡിക്കെയ്ഡിനെയും മെഡിക്കെയറിനെയും ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ നിയമം മെഡിക്കെയ്ഡിൽ പണം കുറയ്ക്കുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന സഹായങ്ങൾ ഇല്ലാതാക്കും. മുതിർന്ന പൗരന്മാർക്ക് ഈ നിയമം ഒരുപോലെ ഗുണകരവും ദോഷകരവുമാണ്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് $75,000 കുറവ് വരുമാനമുണ്ടെങ്കിൽ $6,000 നികുതി ഇളവ് ലഭിക്കുമെങ്കിലും ഈ ആനുകൂല്യം 2028 അവസാനിക്കും. ചെറുകിട കച്ചവടക്കാർക്ക് നികുതി ഇളവുകൾ ഉണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. സർവേയിൽ പങ്കെടുത്ത 70% ചെറുകിട കച്ചവടക്കാരും ഈ നിയമത്തിലെ പണം വെട്ടിക്കുറക്ക് തന്നെ എതിർത്തിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ നിയമം ദോഷകരമാണ്. ഏകദേശം 45 ലക്ഷം കുട്ടികൾക്ക് നികുതി ഇളവുകൾ ലഭിക്കില്ല. കുട്ടികളെ നോക്കുന്ന രക്ഷിതാക്കൾ കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരും. വരും തലമുറ വലിയ കടബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. നിയമം മൂലം അടുത്ത 10 വർഷത്തിനുള്ളിൽ $3.3 മുതൽ $4.1 ട്രില്യൺ വരെ കടമുണ്ടാകുമെന്ന് കോൺഗ്രഷണൽ ബഡ്ജറ്റ് ഓഫീസ് പറയുന്നു. ഇന്നത്തെ നികുതി ഇളവുകൾക്ക് വേണ്ടി ഭാവിയിലുള്ള ആളുകൾ കൂടുതൽ നികുതി അടയ്ക്കേണ്ടി വരും. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ സാധാരണക്കാരെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും. സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അടുത്ത വർഷം ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.